നമസ്കാരം. ലാലേട്ടൻ ജാസ്മിനോട് ചെയ്തത് വൻ ചതി. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റുമായിട്ടുള്ള ആ ഒരു സംഭവത്തിൽ സീക്രട്ട് ഏജന്റിനോട് ചോദിക്കുന്നുണ്ട്, എന്തിന് നീ ഈ കാര്യം ജാസ്മിനോട് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ സീക്രട്ട് ഏജന്റ് അവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ഗെയിം ആയിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അതെ, എന്റെ ഗെയിം ആയിരുന്നു എന്ന് സീക്രട്ട് ഏജന്റ് പറയുന്നു. ആ പറഞ്ഞ സമയത്ത് ലാലേട്ടൻ ഈ പറയുന്ന ജാസ്മിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ടോ, അത് അവന്റെ ഗെയിം ആയിരുന്നു, നിങ്ങൾ എന്തിനു വിശ്വസിക്കാൻ പോയി. അതായത് സായി അവിടെ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഇൻക്ലൂഡിങ് ലാലേട്ടൻ അറിയാം. അപ്പോൾ ലാലേട്ടൻ അവിടെ പറയുന്നത് ഗെയിം ആയിരുന്നു, നിങ്ങൾ എന്തിന് വിശ്വസിക്കാൻ പോയി, നിങ്ങൾ അവര് പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കളിച്ചുകൊള്ളൂ എന്നൊരു വലിയൊരു കള്ളം ആരെടുത്ത് പറഞ്ഞു കൊടുത്തു? ഈ പറയുന്ന ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ആണല്ലോ, ഇതിന്റെ അനന്തരഫലം ഇത് എങ്ങനെ വലിയൊരു ചതിയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജാസ്മിന്റെ അടുത്ത് ഈ പറയുന്ന അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് പറയുന്ന ജാസ്മിന് ഒരുവിധമുള്ള കാര്യങ്ങൾ അറിയാം, എങ്കിലും അഫ്സലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അത് സീക്രട്ട് ഏജന്റ് പറഞ്ഞു കൊടുക്കുന്നു. അത് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് സീക്രട്ട് ഏജന്റ് പറയുന്നു അതൊരു ഗെയിം ആയിരുന്നു എന്ന് പറയുന്നു. ലാലേട്ടൻ തന്നെ അവരുടെ അടുത്ത് പറയുന്നു, കണ്ടില്ലേ, അവൻ കള്ളമാണ് പറഞ്ഞത്, ഗെയിം ആയിരുന്നു, നിങ്ങൾ എന്തിനു വിശ്വസിക്കാൻ പോയി എന്ന് പറയുമ്പോൾ പുറത്തൊന്നും അത്ര വലിയ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് ജാസ്മിൻ തെറ്റിദ്ധരിച്ചാൽ, മനസ്സിലായോ, പുറത്ത് അത്ര വലിയ വിഷയമൊന്നും ഇല്ല, എന്റെ ഗെയിമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവര് കാണിച്ച പണിയാണ് എന്ന് ജാസ്മിൻ തെറ്റിദ്ധരിച്ചാൽ, ജാസ്മിൻ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നതിൽ അതേ പടിയിൽ തന്നെ മുന്നേറും. മനസ്സിലായോ? വീണ്ടും വീണ്ടും അവൾ പല പല ചേഷ്ടകൾ കൂടെ കാണിക്കും, വീണ്ടും വീണ്ടും പുറത്ത് നാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? വീണ്ടും വീണ്ടും പുറത്ത് അവൾ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരുടെ ഷോയെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ മനഃപൂർവ്വം പറഞ്ഞതുപോലെ നമുക്ക് തോന്നും. നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവളോട് ചെയ്ത ഒരു ചതി തന്നെയായിരുന്നു. ഈ പറയുന്ന സായിക്കും അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. സായിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, ഇതെന്തായിരുന്നു ചോദിക്കുമ്പോൾ ഇതിൽ എന്താണ് എന്റെ ഫ്രണ്ടിനോടുള്ള ഒരു കൺസേണും അതിനോടൊപ്പം ഇതിലൊരു ഗെയിമും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിന് മറ്റൊരു അർത്ഥമുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിനോടുള്ള കൺസേണും ഉണ്ട്, ഇതിൽ എനിക്ക് ഗെയിമും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന ജാസ്മിന് മനസ്സിലാവുമായിരുന്നു എന്താണ് ഇത് അവൾ പറഞ്ഞ സത്യമാണ്. ഇത് സായി ഏച്ച് പറയുകയും ചെയ്യുന്നു, സായി ഗെയിം എന്ന് പറയുന്നു, ഈ ലാലേട്ടൻ ഏച്ച് പറയുന്നുണ്ട്, കണ്ടോ അവൻ ഗെയിമാണ്, എന്തിനു നിങ്ങൾ വിശ്വസിക്കാൻ പോയി എന്ന് പറയുമ്പോൾ ജാസ്മിന് വിചാരിക്കുന്നത് ഞാൻ പുറത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ അല്ലാണ്ട് ഞാൻ നടത്തുന്ന അല്ലെങ്കിൽ ഞാൻ ഇവിടെ കളിക്കുന്ന ഗെയിം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതി അവൾ ആ ഗെയിമിൽ തുടർന്നു പോവുകയും വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇനി വീണ്ടും വീണ്ടും ഇവൾ കൂടുതൽ നെഗറ്റീവ് ആവുമ്പോഴും അവരുടെ പാരന്റ് ഉണ്ടല്ലോ, അവരുടെ ഉമ്മ വാപ്പ, അവർക്കിത് കണ്ടിരിക്കാൻ സാധിക്കില്ല. ഇവൾ വീണ്ടും വീണ്ടും അവനോടുകൂടി അടുക്കുകയും അവനോടുകൂടി ഈ പ്രേമ ചേഷ്ടകൾ കാണിക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ എന്ത് ചെയ്യും, കുറ്റം പറയും, പലതരത്തിലുള്ള വീഡിയോസ് വരും, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പലതരത്തിലുള്ള കമന്റുകൾ, അങ്ങനെ അവളെ അപകീർത്തിപ്പെടുത്തുന്ന കമന്റുകൾ ഒരുപാട് വരും. അവളെ ഇട്ട് ചെയ്തോ വല്ലതും ചെയ്യും, അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരായിട്ട് പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ആർക്ക് കഴിയില്ല? ഈ പറയുന്ന ഫാമിലിക്ക് കഴിയത്തില്ല. ഫാമിലി എന്ത് ചെയ്യും, കടും പിന്നെ പല വേണമെങ്കിൽ ഫാമിലിക്ക് എന്റെ മോളെ തിരിച്ചു കൊണ്ടുവരണോ, അങ്ങനെയൊക്കെ അവര് അച്ഛനും അമ്മയാണല്ലോ, വേണമെങ്കിൽ ഇനി പറയുന്നത് വേണ്ട, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മോളെ തിരിച്ച് കിട്ടിയാൽ മതിയെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റി പറയാനും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഷോയ്ക്ക് വേറെ നിവൃത്തിയില്ലാതെ അവളെ പറഞ്ഞു വിടേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ അവളോട് ചെയ്തത് വലിയൊരു ചതിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം. നിങ്ങളുടെ റിലേഷൻ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുകയും അതിനൊരു ക്ലാരിറ്റി വരുത്തുകയും, അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ജാസ്മിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഈസി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലതും സംഭവിക്കാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.